അതിന്റെ അർത്ഥം ഇന്ത്യ മതരാഷ്ട്രമാകുന്നുവെന്നാണ്. ഇന്ത്യ മറ്റൊരു പാകിസ്ഥാനാകുന്നുവെന്നാണ്. പാകിസ്ഥാൻ മതരാഷ്ട്രമാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ആകുന്നുവെന്നാണ്. ഇന്ത്യ ഇസ്രായേലാകുന്നുവെന്നാണ്. ലോകമാകെ കിടക്കുന്ന സയനിസ്റ്റുകളെ, ജൂത വിഭാഗത്തിൽപ്പെട്ടവരെ ഒരു കുടക്കീഴിൽ ഒരു ഭൂപ്രദേശത്തേക്ക് കൊണ്ടുവരിക, അതാണ് സയനിസ്റ്റ് മൂവ്മെന്റ്. ആ സയനിസ്റ്റ് മൂവ്മെന്റ് ഇന്ന് പറയുന്നു അതെങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ പറയുകയാണ്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ, ഇന്ത്യയുടെ സമരസേനാനികൾ സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ, കൊലക്കേരന്റെ മുമ്പിൽ നിന്ന് പോലും ഇൻകുലാബ് ഉറക്കം വിളിച്ചു സമരഭൂമികയിൽ വിപ്ലവം ശ്രമിച്ച ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ അവർ നേടിത്തന്നത് ഒരു ഇസ്രായേൽ പണിതുയർത്താനല്ല, ഒരു പാകിസ്ഥാൻ പണിതുയർത്താനല്ല, ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടിയാണ് അവർ രക്തമൊഴുകിയത്. എങ്കിൽ ഇന്നത്തെ മതേതര ഇന്ത്യയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. ഞാൻ അടിവരയിടുന്നു, മുഴുവൻ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. RSSന്റെ കണക്കുകൂട്ടൽ പിഴയ്ക്കുന്നത് അവിടെയാണ്. ഞാൻ സുരക്ഷിതനായിരിക്കും എന്നൊരു ചിന്ത ഒരാൾക്കും വേണ്ട. എന്താണ് RSSന്റെ ലക്ഷ്യം? മതരാഷ്ട്രം മാത്രമല്ല. RSS എന്താണ്? RSS ഒരാൾക്കൂട്ടമല്ല. RSS എന്താണ് ചെയ്യാൻ പോകുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. 2 ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മതി. ഒന്ന് നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകം, മറ്റൊന്ന് വിചാരധാര. അപകടം പിടിച്ചത് നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു. ദേശീയത പൗരത്വം നിർവചിക്കുന്നത് ആ പുസ്തകത്തിലാണ്. അത് നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ട സെക്രട്ടറിയാണ് RSS. അതിന് വില കുറച്ച് കാണരുത്. 1924 പിറവിയെടുത്ത RSS 2024 NRC പൗരത്വ പട്ടിക നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ വെറുതെ പറഞ്ഞിട്ട് പോവാണെന്ന് കരുതുക. വെറുതെ എന്തോ നെഞ്ചു തട്ടി പറയാണെന്ന് തോന്നരുത്. അതങ്ങ് പറയാണ്. അവർ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ 11 മണി സമയത്ത് ഞാൻ സന്ദർശിച്ച ഒരു സ്ഥലം പന്തളത്തായിരുന്നു. പന്തളത്തിന് പോയെന്നറിയുമോ നിങ്ങൾക്ക്? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിച്ചിരിക്കുമ്പോഴും ഇതാ പന്തളത്ത് എന്റെ സംഘടനയിൽപ്പെട്ട പ്രവർത്തകർ ഉറക്കമില്ലാതെ ഒരു കൺവെൻഷന് കാവൽ നിൽക്കുകയാണ്. അതിൽ വ്യത്യസ്ത മതക്കാരുണ്ട്. അവർ കൊടിയെടുത്ത് പിടിച്ച് വെള്ളപത്രമണിഞ്ഞ് അവിടെ കാവൽ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ കൺവെൻഷനല്ല, മറിച്ച് പെന്തക്കോസ്ത് സഭയുടെ ബൈബിൾ കൺവെൻഷനാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ നടത്താൻ പോകുന്നു. എവിടെ? കേരളത്തിലാണ്, പന്തളത്ത്. ആ പന്തളത്ത് നടത്താൻ പോകുന്ന കൺവെൻഷൻ നടക്കുന്ന പണി തുടങ്ങുമ്പോൾ കൺവെൻഷൻ സെന്ററിന്റെ നടുവിൽ RSSന്റെ കൊടി കൊണ്ടുവെക്കുന്നു. തുടരരുത്, ഇവിടെ വരരുത്. ആ കൊണ്ടുവച്ച RSSന്റെ കൊടി ഇപ്പോഴവിടെ എവിടെയോ ഒരു പിടി ചാരമായി കിടപ്പുണ്ട്. ഇനി അവിടെ അതുപോലൊരു കൊടിയുമായി കടന്നു വരാതിരിക്കാൻ രാപ്പകലില്ലാതെ ഇവിടെ ചെറുപ്പക്കാർ കാവൽ നിൽപ്പുണ്ട്. ഉഷുള്ള കുട്ടികൾ കാവൽ നിൽപ്പുണ്ട്. അവിടെ സന്ദർശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ആരും സുരക്ഷിതരല്ല, ഒരാളും സുരക്ഷിതരല്ല. ഞാനിവിടെ സംസാരിച്ചു ബിൽക്കീസ് ബാനുവിനെ കുറിച്ച്, ഞാനിവിടെ സംസാരിച്ചു മുഹമ്മദ് അഖിലാഖിനെ കുറിച്ച്, നമുക്കറിയാവുന്ന ഖുതുബുദ്ദീൻ അൻസാരി, കൈകുപ്പി നിൽക്കുന്ന ഖുതുബുദ്ദീൻ അൻസാരി. പക്ഷെ ഈ പേരുകളെക്കാൾ മുമ്പ് ഇന്ത്യയിൽ ചുട്ടരിക്കപ്പെട്ടതാരായിരുന്നു? മറന്നുപോകുന്നു നമ്മൾ. മറവികളോടുള്ള ഓർമ്മകളുടെ കലാപമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് മിലൻ കുന്ദേര പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, എത്ര പെട്ടെന്നാണ് നമ്മൾ മറന്നു പോകുന്നത്. ഓർമ്മയില്ലേ? ഒരു രാത്രിയിൽ ഒരു വൈകുന്നേരത്ത് നമ്മൾ കേട്ട ഞെട്ടലോടെയുള്ള വാർത്ത, സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി വന്ന് മടങ്ങിപ്പോകുന്ന വഴിയിൽ ക്രൈസ്തവ പുരോഹിതനായ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ് മക്കൾ ഫിലിപ്പ്, തിമോത്തി പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു ചുട്ടുകൊല്ലപ്പെട്ടു. അവർ സഞ്ചരിച്ചിരുന്ന ഒമ്നി വാൻ തീയിട്ട് കത്തിച്ചു. വെന്തുരുകുമ്പോഴും ബൈബിളും ഉണ്ടായി. കത്തിത്തീരാത്ത ബൈബിളിന്റെ അക്ഷരശകലങ്ങളിലൂടെ തിരിച്ചറിഞ്ഞു ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് പറയാത്രയായിരുന്നു. അന്ന് പലരും ചോദിച്ചു, ദുഷ്ടന്മാർ, ക്രൂരന്മാർ, RSSകാർ തീ കൊളുത്തി കൊല്ലുമ്പോൾ വാവിട്ട് നിലവിളിച്ചാലറിയാം ആ പിഞ്ചു പൈതങ്ങളെയെങ്കിലും പപ്പയുടെ നെഞ്ചിൽ കെട്ടിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് കിടന്നയാ ഫിലിപ്പിനെയും തിമോത്തി എന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയെങ്കിലും പുറത്തേക്കൊന്ന് വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നോ? പാതി വന്ന ശരീരമായി ഇങ്ങനെ അവർ ജീവിക്കുമായിരുന്നല്ലോ, എന്തിന് അവരുടെ ജീവൻ എടുത്തു എന്ന് ചോദിച്ചു. ആ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും മക്കൾ ഫിലിപ്പിനെയും തിമോത്തിയെയും മറന്നു പോകരുത്. ഒറീസയിൽ ചുട്ടരിക്കപ്പെട്ട ക്രൈസ്തവ ആരാധനാലയങ്ങൾ മറന്നു പോകരുത്.
സീറോ മലബാർ സഭയുടെ ഒരു സർക്കുലർ ഇപ്പൊ പുറത്തു വരുമ്പോ, സിനഡിന്റെ തീരുമാനം വരുമ്പോ അതൊക്കെ പെട്ടെന്ന് മറന്നുപോയോ എന്ന് ഡിവൈഎഫ്ഐ സംശയിക്കുകയാണ്. അങ്ങനെ മറക്കാറായോ? ഇന്ത്യക്ക് പുറത്തു നിന്നും വന്നവർ ശത്രുക്കളെ നിർണയിച്ചിട്ടുണ്ട്. അപരം ശത്രുക്കൾ ആരൊക്കെയാണ്? ഒന്ന് മുസ്ലിം, എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് മുസ്ലിങ്ങൾ, രണ്ട് ക്രിസ്ത്യാനികൾ, വളരെ കൃത്യമാണ്. മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റ്. കുറെ കാലം മുമ്പ് ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങള് ഇങ്ങനെ RSSകാർ കൊല്ലുകയും ഞങ്ങള് തിരിച്ച് പ്രതിരോധിക്കുകയൊക്കെ ചെയ്തു. പലരും ഞങ്ങളോട് പറഞ്ഞു, ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് കുറച്ച് പ്രാവനെ പറഞ്ഞുകൂടെ. അങ്ങനെ ഞങ്ങളെ ഉപദേശിക്കാൻ പലരും പ്രാവനും പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളെ അവർ കൊന്നതും ഞങ്ങൾ പ്രതിരോധിച്ചതൊന്നും വെറുതെ ആയിരുന്നില്ല. എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് മുസ്ലിങ്ങൾ, രണ്ട് ക്രിസ്ത്യാനികൾ, മൂന്ന് കമ്മ്യൂണിസ്റ്റുകൾ. ഞങ്ങൾ പ്രാവനെ പറത്താൻ തീരുമാനിച്ചാൽ RSS ആയുധം വെച്ച് പോവില്ല. മനസ്സിലായല്ലോ? ഞാൻ ഇടയ്ക്കൊന്നും പറഞ്ഞതേ ഉള്ളൂ, തിരിച്ചു വരാം. RSS എഴുതി വെച്ചിട്ടുണ്ട് 3 പേർ. ഇവരുടെ മുമ്പിൽ രണ്ടേ വഴികളെ. അതിലൊന്നാമത്തെ വഴി, ഇന്ത്യൻ ദേശീയതയെ തിരിച്ചറിഞ്ഞ് ദേശീയതയിൽ വിശ്വസിച്ച് ഇവിടെ ലയിച്ചു ചേരുക, ഇവിടെയായി. ഇല്ലെങ്കിലോ പൗരത്വമില്ലാതെയോ രണ്ടാം തരം പൗരന്മാരായോ ഇന്ത്യയിൽ തുടരുക. എത്ര കാലം? ഇവർ നിശ്ചയിച്ചു തരുന്ന ദിവസം വരെ. അത് കഴിഞ്ഞാൽ രാജ്യം. ഇത് RSSന്റെ സിദ്ധാന്തമാണ്. ഇതുവരെ ആരും തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഇത് എഴുതി വെച്ചിട്ടില്ല. ഇതിൽ തൊട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് പറയുമ്പോ ഇങ്ങനെ വരുമ്പോ അപ്പൊ പിന്നെ എല്ലാവരും പോയിട്ട് ഹിന്ദു രാഷ്ട്രമാണല്ലോ വരുന്നത്, ഞാനപ്പോ ഹിന്ദുവാണല്ലോ എന്ന് ആരെങ്കിലും കരുതിയാൽ, പൊന്നു സഹോദര, നീ എന്ന ഹിന്ദു അതിലില്ല. കുറച്ചുകൂടി മുമ്പോട്ട് പോകേണ്ടി വരും ചരിത്രം. മദൻ മോഹൻ മാളവ്യ ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കുന്നതിനു വേണ്ടി ഹിന്ദു മഹാസഭ നേതാവായിരുന്നു. രാജ്യത്താകെ നടന്ന് ഹിന്ദു സംഘടനകളുടെ യോഗം വിളിച്ചു പണം സമാഹരിച്ചു. കേരളത്തിലും വന്നു. കോട്ടയത്തായിരുന്നു യോഗം. കോട്ടയത്തെ ആ യോഗത്തിൽ സനാതന ഹൈന്ദവ രാഷ്ട്രമാണ് പണിതുയർത്തേണ്ടത് എന്നും രാമരാജ്യമാണ് പണിയേണ്ടത് എന്നും സവിസ്തരം പ്രതിപാദിച്ചു പോവുകയാണ്. ഇതിങ്ങനെ ആവർത്തിച്ച് സ്വപ്നം പങ്കുവെക്കുകയായിരുന്നു മദൻ മോഹൻ മാളവ്യ. സഹിക്കവയ്യാതായപ്പോൾ സദസ്സിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. മിസ്റ്റർ മദൻ മോഹൻ മാളവ്യ, രാമരാഷ്ട്രത്തെ കുറിച്ച് ഒരു അക്ഷരം ഇവിടെ വേണ്ടിപ്പോകരുത്. നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന ഹിന്ദു രാഷ്ട്രയിൽ ഞാനെന്ന ഹിന്ദുവില്ല, ഞാനെന്ന കറുത്തവനില്ല, ഞാനെന്ന കീഴാളനില്ല. ഒരക്ഷരമിനി ആ ഹിന്ദു രാഷ്ട്രത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. പ്രസംഗം നിർത്തി. അയാൾ പറഞ്ഞു, തപസ്സു ചെയ്യുന്നതിന്റെ പേരിൽ ഒരു ശൂദ്രമുനിയെ വെട്ടിക്കൊന്ന രാമന്റെ ഭരണത്തെക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രാവണന്റെ ഭരണമാണ് സാർ. ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. മദൻ മോഹൻ മാളവ്യ പ്രസംഗം അവസാനിപ്പിച്ചിറങ്ങിപ്പോയി. ചോദിച്ചായിരുന്നറിയാം ചരിത്രത്തില്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് ലോകത്തോട് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണെങ്കിൽ ഗുരുവിന്റെ ഒരു ശിഷ്യൻ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യര്. സഹോദരനയ്യപ്പൻ സി കേശവന്റെ ജീവിത സമരം എന്ന പുസ്തകം എടുത്തു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. അന്ന് സഹോദരനയ്യപ്പന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. ഏതാ? ഇവർ പറയുന്ന സനാതന ഹൈന്ദവ രാഷ്ട്രത്തിൽ ഞാനില്ല. ഇവിടെ ഇപ്പോ സുമയ്യ പാടിയിട്ട് പോയ, ഞാൻ എന്റെ പ്രസംഗം തുടങ്ങിയതിലാണല്ലോ, അവസാനിപ്പിക്കാം. സുമയ്യ പറഞ്ഞ ആസാദി പാട്ടിൽ ഒരു വരിയുണ്ട്. എന്താ വരി? മനുവാദുസേ ആസാദി. എന്തുകൊണ്ടാണ് ചത്ത പശുവിന്റെ തോലൊഴിഞ്ഞ ദളിതനെ അവർ ആക്രമിക്കുന്നത്? മനുവാദമാണ് അവർ നടപ്പിലാക്കുന്നത്. മനുവാദുസേ ആസാദി. ഇന്ത്യയുടെ വിഖ്യാതമായ ഭരണഘടനയെ ചിന്തിയറിയണം അവർക്ക്. പകരം അവർ കിനാവ് കാണുന്നത് മറ്റൊരു ഭരണഘടനയെ അവർ കാണുന്നുവെങ്കിൽ ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാകണമല്ലോ. അവർ സ്ഥാപിക്കുന്ന രാജ്യത്തിനും ഒരു ഭരണഘടന വേണമല്ലോ. ഇന്നത്തെ ഇന്ത്യയെ കൊന്നാൽ പുതിയ ഇന്ത്യ, അവരുടെ ഇന്ത്യക്ക് അവർ വെക്കുന്ന ഭരണഘടന മനുസ്മൃതിയാണ്. അത് സവർണ ബ്രാഹ്മണിക്കൽ മനുസ്മൃതി. ആ സവർണ ബ്രാഹ്മണിക്കൽ രാഷ്ട്രമാണ്. അതിൽ ഈ സാധാരണക്കാരനുണ്ടാകില്ല. അടിക്കണക്കിന് ജാതി പറഞ്ഞ് മനുഷ്യൻ അളന്നു തിരിച്ചു മാറി നിൽക്കണം. ആ തിരിച്ചറിവിന്റെ ചൂളയിൽ നിന്നുകൊണ്ടാണ് സഹോദരനയ്യപ്പൻ മദൻ മോഹൻ മാളവ്യക്ക് നേർക്ക് കൈ ചൂണ്ടി അന്ന് പറഞ്ഞത്. നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കണം, അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി OBC കാരനാണല്ലോ,
രാംനാഥ് കോവിന്ദ് ദളിതനാണല്ലോ, അബ്ദുള്ള കുട്ടി മുസ്ലിമാണല്ലോ, ആരിഫ് മുഹമ്മദ് ഖാൻ മുസ്ലിമാണല്ലോ എന്ന് ചോദിക്കും. നിങ്ങൾക്കാവണോ BJP? നിങ്ങൾക്കാവാം. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കണം. രണ്ടേ വഴികളേ ഉള്ളൂ. അതിൽ ആദ്യത്തെ വഴി തേടിയവരാണ് രാംനാഥ് കോവിന്ദ് മുതൽ ആരിഫ് മുഹമ്മദ് ഖാൻ വരെയുള്ളവർ. ഏതാണ് വഴി? ഇവരുടെ സാംസ്കാരിക സ്വത്വത്തിൽ ലയിച്ചു ചേരണം, അവരായി മാറണം. രണ്ട്, അവരുടെ സിദ്ധാന്തങ്ങളും അവരുടെ ചാതുർവർണ്ണയവും അതുപോലെ അംഗീകരിക്കണം. എങ്കിൽ നിനക്ക് ഇവിടെ തുടരാം, ഒരു സംശയവും നിനക്ക് ഇവിടെ തുടരാം. രാംനാഥ് കോവിന്ദ് തുടരാം, അബ്ദുള്ള കുട്ടിക്കാകാം, ആരിഫ് മുഹമ്മദ് ഖാനാകാം, നാളെ നിങ്ങൾക്ക് ആർക്കും നോക്കാം. പക്ഷെ നീയായി പറ്റും. നിന്റെ സാംസ്കാരിക സ്വത്വവും നിന്റെ വിശ്വാസവും നിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതല്ല. മറിച്ചോ ഇവർ പറയുന്ന സംസ്കൃതിയുടെ ഭാഗമായി അതിൽ ലയിച്ചു ചേരണം. അത് അംഗീകരിച്ചാൽ ആർക്കാവാം? സിമ്പിളാണ് കാര്യം. അതുകൊണ്ട് ഇവരെയൊന്നും ചൂണ്ടിട്ട് ഇങ്ങോട്ട് പറയാൻ പറ്റണ്ട. അതും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. അത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ RSSന്റെ ലക്ഷ്യം മതരാഷ്ട്ര സംസ്ഥാപനം മാത്രമല്ല, മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്തെന്നറിയോ? ഒരു രാജ്യം, ഒരു രാഷ്ട്രം, അങ്ങനെയാണ് അവർ പറയുക. ഒരു ഭാഷ, ഒരു സംസ്കാരം. ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. ഏതാണ് രാഷ്ട്രം? ഇന്ത്യ എന്ന രാഷ്ട്രം. ആ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ സംസ്ഥാനങ്ങൾക്കൊന്നും വലിയ പങ്കുണ്ടാകില്ല, സംസ്ഥാനങ്ങൾക്കൊന്നും വലിയ അധികാരവും ഉണ്ടാകില്ല. നോക്കൂ, ടാക്സ് ചുമത്താനുള്ള അധികാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും നിന്ന് നഷ്ടപ്പെട്ടു. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ല, ഏകീകൃത ടാക്സ് ഘടന രാജ്യത്ത് വന്നു കഴിഞ്ഞു. രാജ്യത്ത് ഒരൊറ്റ ടാക്സ് ആയി. ഇന്ന് സംസ്ഥാനങ്ങൾ കാഴ്ചക്കാരായി. ക്രമസമാധാന പാലനത്തിന്റെ ചുമതല സംസ്ഥാനങ്ങൾക്കുള്ളതായിരുന്നുവെങ്കിൽ NIA നിയമം ഭേദഗതി ചെയ്തതോടെ സംസ്ഥാനങ്ങൾക്ക് മാത്രമുണ്ടായിരുന്ന ക്രമസമാധാന ചുമതല കേന്ദ്ര സർക്കാരിലേക്ക് പോയി. കരസേനയും വ്യോമസേനയും നാവികസേനയ്ക്ക് മുകളിൽ പുതിയൊരു സേനാ മേധാവിയെ കൊണ്ടുവച്ചു, ബിപിൻ റാവത്തിനെ. കാണാതെ പോകരുത്. മറ്റൊരു ചർച്ചയും ഇത് ആരംഭിച്ചു കഴിഞ്ഞു. സർവകക്ഷി യോഗം വിളിക്കുകയാണ് നരേന്ദ്രമോദി. ഇലക്ഷൻ കമ്മീഷനോട് അത് സംബന്ധിച്ചുള്ള ഫയലുകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്തിനാണ് ഈ രാജ്യത്തെ പല സമയത്ത് തിരഞ്ഞെടുപ്പ്? ഒരു രാജ്യം, ഒരു തിരഞ്ഞെടുപ്പ്. ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ ആവർത്തിക്കുന്നു, ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. 2018 ഡൽഹിയിൽ ചേർന്ന ലോക ഹിന്ദു കോൺഫറൻസ്, സംഘപരിവാറിന്റെ കോൺഫറൻസ്, അതിലവർ പ്രഖ്യാപിക്കുന്നു 5M ആണ് ഇന്നത്തെ ഇന്ത്യയുടെ ശക്തി. ശ്രദ്ധിക്കൂ, 5M. അത് സീറോ മലബാർ സഭയെല്ലാം പ്രത്യേകം കേൾക്കുന്നത് നല്ലതായിരിക്കും. 5M. ഒന്നാമത്തെ എം അത് മുസ്ലിം ടെററിസം. രണ്ടാമത്തേത് മെക്കാളയിസം, ആധുനികവൽക്കരണത്തെയാണ് ഈ പറയുന്നത്. ആധുനികവൽക്കരണം. നല്ല വേഷമെല്ലാം ധരിച്ചിറങ്ങി നടക്കുന്ന ആളുകളെയും പെൺകുട്ടികളെയും എല്ലാം ആക്രമിക്കാൻ വരുന്ന ഹനുമാൻ സേനയൊക്കെ കാണുന്നില്ലേ? മെക്കാളയിസം. മെറ്റീരിയലിസ്റ്റുകൾ, ഭൗതികവാദികൾ. 4 മാർക്സിസം. നെക്സ്റ്റ് മിഷനറി പ്രവർത്തനം, ക്രിസ്ത്യൻ മിഷനറീസ്. ഈ 5M-ലാണ് ആ സമ്മേളനം വേറൊരു കാര്യം കൂടി പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. എന്താ പുതിയ പ്രഖ്യാപിച്ച? ഇന്ത്യ ഹിന്ദു ഹിന്ദി ഹിന്ദുസ്ഥാൻ. ഹിന്ദി ഹിന്ദുസ്ഥാൻ. ഇടയ്ക്ക് അമിത്ഷായി ഹിന്ദി പറഞ്ഞിട്ട് തിരികെ അകത്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഒരു വിവാദം ഇടയ്ക്ക് വന്നതാണ്. അകത്ത് എത്ര അടക്കി വെക്കാൻ പറഞ്ഞാലും അകത്ത് അടിച്ചിട്ട് പോയാലും വാള് വെച്ചു. അതാണ്ട് അതുപോലെ ഇന്ന് ഇസ്ലാമിനെ ചൂണ്ടിയാണ് ഫാസിസം കളിയിളകുന്നതെങ്കിൽ തൊട്ടടുത്ത നിമിഷം ക്രിസ്ത്യനെ ചൂണ്ടിയാണ് കളിയിളക്കുന്നത്. പിന്നെ നിന്റെ സവർണ ബോധത്തിലും ജാതിയിലുമായിരിക്കും. മനുഷ്യന്റെ പ്രശ്നങ്ങളെ മനുഷ്യന്റെ പ്രശ്നങ്ങളായി കാണുന്നേയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ടത് ഇവിടെ ആണ് എടുക്കുന്നത്, വിഭജിപ്പിക്കുകയാണ്. എന്തിനിപ്പോൾ ഒരു പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹിന്ദു മുസ്ലിം വിഭജനം കരുത്ത പ്രാപിക്കുക എന്നതാണ്. ഞാനും നീയും ഒരുമിച്ചിരിക്കരുത് എന്നതിനെ കുറിച്ചാണ്. എന്നെയും നിന്നെയും വേർതിരിച്ചിരുത്താനാണ്.
ഓർമ്മയില്ലേ ചരിത്രത്തിലെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പാഠഭാഗം ജാഗ്രതകൾ പഠിച്ചത്? ബ്രിട്ടൻ ചെയ്തത് ഇത് തന്നെയാണ്. എന്നെയും നിന്നെയും വിഭജിക്കുകയാണ്. ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസമാണ് മാംഗ്ലൂരു എയർപോർട്ടിൽ ഒരു തീവ്രവാദി പിടിയിലായത്. അത് ഇസ്ലാം മതസ്ഥനായ, ഇസ്ലാം പേരുകാരനായ ഒരാളായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു? മാംഗ്ലൂരു എയർപോർട്ടിൽ വെച്ച് പിടിയിലായത് ഒരു മുസ്ലിം നാമധാരിയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? പക്ഷെ പിടിയിലായത് ഒരു സവർണ വ്യക്തിത്വത്തിൽപ്പെട്ടയാളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ചെറുപ്പക്കാരൻ അതിനെക്കുറിച്ച് ജന്മഭൂമി എഴുതിയത്, അതിന് വെച്ച് വർഗീയത പ്രചരിപ്പിക്കാൻ നോക്കിയത് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. എന്തിനായിരുന്നു ആ ചെറുപ്പക്കാരൻ അവിടെ ബോംബ് വെച്ചത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് തൊഴിലില്ല, ജോലിയില്ല. നോക്കൂ നിങ്ങൾ, നരേന്ദ്രമോദി പറയുന്നു ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ദുരിതമനുഭവിക്കുന്ന, പീഡനമനുഭവിക്കുന്ന ഹിന്ദുവിനെ കാണുന്നില്ലേ? അവിടെ മതപീഡനത്തിനിരയാകുന്ന ഹിന്ദുവിന് ഇവിടെ അഭയം കൊടുക്കുന്നതിൽ എന്താണ് മാർക്സിസ്റ്റുകാർക്ക് കുഴപ്പം? എന്താണ് ഇവിടെയുള്ള ഈ സമരക്കാർക്ക് കുഴപ്പം? ഞങ്ങൾ തിരികെ ചോദിക്കുന്നു മോദിയോട്, എന്തിനാണ് അതിരുകൾക്കപ്പുറത്തുള്ള ഹിന്ദുവിന്റെ കണ്ണുനീർ നോക്കുന്നത്? ഇന്ത്യയിലെ ഹിന്ദുവിന്റെ കണ്ണുനീർ നീ കാണുന്നില്ലേ? നവംബർ മാസം 8-ാം തീയതി നോട്ട് നിരോധിച്ചതിന്റെ പേരിൽ മാത്രം തകർന്നു തരിപ്പണമായ വ്യവസായങ്ങളുടെയും കലകളുടെയും കമ്പോളങ്ങളുടെയും കൂട്ടത്തിൽ ഹിന്ദുവില്ലേ? ആ ഹിന്ദുവിന്റെ കണ്ണുനീർ എന്തുകൊണ്ട് കാണുന്നില്ല? സഹികെട്ട് ജോലി കിട്ടാതെ ജോലി തേടി അലഞ്ഞ് നിവർത്തിയില്ലായ്മയുടെ പാരമ്പര്യയിൽ വെച്ച ഒരു വിമാനത്താവളത്തിൽ ബോംബ് വെക്കാൻ പോയ ഹിന്ദുവിനെ നീ കാണുന്നില്ലേ? ആ ഹിന്ദുവിന്റെ സംഘർഷഭരിതമായ മനസ്സും കണ്ണുനീരും എന്തേ കാണാത്തത്? ഈ കരുനാഗപ്പള്ളിയിൽ വ്യത്യസ്തരായ രാഷ്ട്രീയക്കാരുണ്ടാകും, വ്യത്യസ്തക്കാരായ മതക്കാരുണ്ടാകും. ഞാൻ ചോദിക്കുന്നു, നോട്ട് നിരോധനത്തിനും GSTക്കും ശേഷം ഗതി പിടിച്ച ഒരു കച്ചവടക്കാരന്റെ പേര് പറയാമോ? അതിൽ ഹിന്ദുവില്ലേ? ആ ഹിന്ദുവിന്റെ വിഷമം എന്തുകൊണ്ട് കാണുന്നില്ല? വീട്ടിലേക്ക് പൗരത്വത്തെ കുറിച്ച് സംസാരിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് ആദ്യം പട്ടിണിയെ കുറിച്ചും പെട്രോളിനെ കുറിച്ചും പാചകവാതകത്തെ കുറിച്ചും സംസാരിക്കും സുഹൃത്തെ, സംഘമിത്രമേ എന്ന് മുഖത്ത് നോക്കി പറയണം. എന്നിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറയണം. നിങ്ങൾ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ ഹിന്ദു പെട്രോൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ മുസ്ലിം പെട്രോൾ കണ്ടിട്ടുണ്ടോ? റൈഹാനത്ത് താത്താന്റെ വീട്ടിൽ അടുക്കളയിൽ ഇറക്കി വെച്ച് ഗ്യാസ് കുറ്റിക്ക് പൈസ വാങ്ങുന്നതും ഒരേ പൈസ, തൊട്ടപ്പുറത്ത് രാധ ചേച്ചിന്റെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന ഒരേ പൈസ. പാചകവാതകത്തിനും മതമില്ല സാർ. എങ്കിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരും മതവ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഒന്നായി, ഒരുമിച്ചൊന്നായി നിനക്കെതിരെ പടപ്പുറപ്പാടിലിറക്കും. പതിവ് പോലെ ചെങ്കോട്ടയിൽ ഒരു ദിവസം ഒരു ഓഗസ്റ്റ് 15-ന് ഇന്ത്യയുടെ അഭിമാനമായ ത്രിവർണ്ണ പതാക ആകാശത്തിലേക്ക് ഉയർത്തിക്കെട്ടാൻ കയറി നിന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആകാശത്തിലേക്ക് ഉയർത്തുമ്പോൾ പ്രധാനമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നിന്ന് ഉനയിലേക്ക് യാത്ര ചെയ്ത ദളിതർ ഉനയിൽ അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ പതാക ഉയർത്തിക്കെട്ടുകയായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ആ കുലത്തൊഴിലിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. ചത്ത പശുവിന്റെ തോലുരിഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ദളിതരെ നിങ്ങൾ തെരുവിലിട്ട് തല്ലിക്കൊല്ലുകയാണെങ്കിൽ, ആ ചത്ത പശുവിന്റെ തോലൊരിയുന്ന ജോലി ഞങ്ങൾ ഇതാ ഉപേക്ഷിക്കണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഇനിമേൽ ഞങ്ങളുടെ കുലത്തൊഴിലും ചെയ്യില്ല. ഉപേക്ഷിച്ച കുലത്തൊഴിൽ എന്തായിരുന്നു? മലമ്പാരലായിരുന്നു. ലോകത്തിൽ ഏറ്റവും അധികം തോട്ടിപ്പണിക്കാരുള്ള നഗരങ്ങളിൽ ഒന്നാണ് അഹമ്മദാബാദ്. നഗര സംസ്ഥാനങ്ങളിലൊന്നാണ് ഗുജറാത്ത്. ആ ഗുജറാത്തിൽ നിന്റെയും മലം വാരാൻ ഞങ്ങൾക്കിനി കഴിയില്ല. ഞങ്ങളുടെ കുട്ടിക്ക് ഞങ്ങൾ കൊടുത്തിരുന്ന ഏറ്റവും വില കുറഞ്ഞ ഞങ്ങൾക്ക് ലഭ്യമായ ഞങ്ങളുടെ കുട്ടിയുടെ വിശപ്പ് മാറ്റാനും അവന് പോഷകാഹാരത്തിനും കൊടുത്തിരുന്നതായിരുന്നു ബീഫ്. നീ പറഞ്ഞു, അതിനെ ഇറക്കരുത്, അതിന് കഴിക്കരുത്. ചത്ത പശുവിന്റെ തോലുരിഞ്ഞിട്ടു ഞങ്ങൾ ജീവിച്ചിരുന്നു. ആ ചത്ത പശുവിന്റെ തോലുരിഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളെ കെട്ടിയിട്ടു തല്ലാൻ തുടങ്ങി, തല്ലിക്കൊല്ലാൻ തുടങ്ങി. ഞങ്ങളിതാ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളോട് ബീഫ് കഴിക്കരുതെന്നും
ഞങ്ങളോട് ചത്ത പശുവിന്റെ തോലുരിയരുതെന്നും പറയുന്ന നിന്നോട് ഞങ്ങൾ പറയുന്നു, നിന്റെ മലം നീ തന്നെ വാരുക. നിന്റെ മലം വാരാനും ഞങ്ങൾക്കിനി മനസ്സില്ല. ഞങ്ങളിതാ മലം വാരുന്ന തോട്ടിപ്പൊടിയുന്ന കുലത്തൊഴിൽ അവസാനിപ്പിക്കുകയാണെന്ന് ദളിതർ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപിച്ചു, ഉനയിൽ പ്രഖ്യാപിച്ചു. ജിഗ്നേഷ് മേവാനി ഉൾപ്പെടെയുള്ള ദളിത് സമര നായകർ ഉയർന്നു വരുന്നത് ആ പശ്ചാത്തലത്തിലായിരുന്നു. രാജ്യം ഒരു സമരാന്തരീക്ഷത്തിലേക്ക് ഉയർന്നിരുന്നേറ്റപ്പോൾ പലപ്പോഴും നമുക്ക് ആ ചരിത്രത്തിന്റെ വായന മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മളിൽ ഒരു ആത്മവിമർശനം നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കൂ. ഇവിടെ സുമയ്യ പാടിപ്പോയ ആസാദി മുദ്രാവാക്യം നെഞ്ചു പൊട്ടി വന്നതാണ്, ഹൃദയം പൊട്ടി വന്നതാണ്. കനയ്യകുമാർ അത് പാടുമ്പോൾ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സമര സഖാക്കൾ അതേറ്റ് പാടുമ്പോൾ, ഇന്ന് ഈ രാജ്യത്തിന്റെ സമരഗീതമായി മുദ്രാവാക്യമായി ആ മുദ്രാവാക്യം മാറിയെങ്കിൽ കൽപ്പിച്ചു വെച്ചു കരുതിക്കുട്ടിയ വാക്കുകൾ കൊണ്ട് എഴുതി പിടിപ്പിച്ചതായിരുന്നില്ല, മറിച്ച് പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യത്തിന്റെ പരിസരത്തിൽ നിന്നും ഹൃദയത്തിന്റെ നെല്ലിപ്പോടിൽ നിന്നും പുറത്തേക്ക് ഒരു അഗ്നിപർവ്വതം പൊട്ടിയൊഴുകുന്നത് പോലെ ഒഴുകിപ്പരന്നതാണ്, ഒരു ലാവ പോലെ ഒഴുകിപ്പരന്നതാണ് ആസാദി ഗീതം. എത്രയോ കാലമായി വിവേചനം നേരിടുന്ന ദളിതന്റെ മുദ്രാവാക്യം മനുവാദ് സേ ആസാദി. കാലങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ ദളിതരോട് പോയി പറഞ്ഞു, RSS നമുക്ക് പൂജ വെക്കണം, സരസ്വതി ദേവിയാണ് നമ്മുടെ വിദ്യാദേവത. അന്ന് ദളിതർ തിരുത്തി. ദളിതർ RSSന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങളുടെ വിദ്യാദേവത സരസ്വതി ദേവിയല്ല, ഞങ്ങളുടെ വിദ്യാദേവത സാവിത്രി ദേവിയാണ്. ചോദിച്ചു, അതേതു ദേവതയാണ് സാവിത്രി? അവൾ പറഞ്ഞു, ഞങ്ങളുടെ വിദ്യാദേവത സാവിത്രിയാണ്. ജ്യോതിബാ ഫുലെയുടെ ഭാര്യ, പ്രിയപ്പെട്ട പത്നി സാവിത്രി ഫുലെയാണ്. അവരാണ് ഞങ്ങളുടെ വിദ്യാദേവത. സാവിത്രി ഫുലെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത്. അവരും സംഘവുമാണ് ഞങ്ങളുടെ കുട്ടികളെ കുളിപ്പിച്ചെടുത്തത്. കളിച്ചുകൊണ്ടുനിന്ന കുട്ടികളെ പള്ളിക്കൂടം ഇതുവരെ സ്വപ്നം പോലും കാണാതിരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുട്ടി പള്ളിക്കൂടത്തിലേക്ക് പോയത് അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തത്, പകർന്നു കൊടുത്തത് സാവിത്രി ദേവിയാണ്. സാവിത്രി ദേവിയാണ് ഞങ്ങൾ ദളിതന്റെ വിദ്യാദേവത. പറഞ്ഞത് വിവേചനം അനുഭവിച്ച ദളിതൻ. എത്രയോ കാലമായി അംബേദ്കർ നിർമ്മിച്ച ഭരണഘടനയുടെ ചുവട്ടിൽ ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ഹൃദയത്തിൽ നിന്ന് ജയിലിൽ കിടക്കുന്നതിന് ഏറ്റവും അധികം ദളിത ചെയ്യാത്ത കുറ്റത്തിന് പിടിക്കപ്പെടുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ രാജ്യത്തിന്റെ ജയിലുകളിലേക്ക് നിങ്ങൾ നോക്കൂ. നീണ്ടുപോകുന്ന വിചാരണക്കിടയിൽ വിചാരണ തടവുകാരായി ജയിലിൽ കിടക്കേണ്ടി വരുന്ന, അടിച്ചമർത്തപ്പെടുന്ന ദളിത, ദുരിതമനുഭവിക്കുന്ന മനുഷ്യ. ആ ദളിതർ സമരഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കരുതി നമ്മളെല്ലാം സുരക്ഷിതരാണെന്ന്. ആത്മവിമർശനത്തിന്റെ തീച്ചൂളയിൽ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിനെ ഒന്ന് വിചാരണ ചെയ്തു നോക്കൂ. ആ ചുട്ടുകൊള്ളുന്ന ജീവിത വഴികളിലാണ് ജീവിത സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നത്. ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഡൽഹി സന്ദർശിക്കുമ്പോൾ ഡൽഹിയിലെ പ്രസിദ്ധമായ പാർലമെന്റ് സ്ട്രീറ്റിലെ സമര പന്തലിൽ പോകണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. അന്ന് പോയ ഒരു സമര പന്തലിൽ ആ സമരം അതിനകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന സമരമായിരുന്നു. ആ സമരത്തിന്റെ സവിശേഷത, നഗ്നരായിരുന്നാണ് ആ മനുഷ്യർ സമരം ചെയ്യുന്നത്, വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല. അതാണ് ആ പത്രവാർത്തകളിൽ അതിനകം ശ്രദ്ധ തേടിയത്. തമിഴ്നാട്ടിലെ കർഷകരായിരുന്നു. ഞാൻ അവരുടെ സമരപന്തലിൽ പോയി. വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ നഗ്നനായിരിക്കുന്നു മുൻപിൽ. അവരുടെ മുൻപിൽ ആ സമരപന്തലിൽ നിരത്തി വച്ചിരിക്കുന്നത് മനുഷ്യന്റെ എല്ലിൻ കഷണങ്ങളാണ്, അസ്ഥികൂടങ്ങളാണ്, തലയോട്ടികളാണ്. ഓരോ തലയോട്ടിയും ചൂണ്ടി അവർ പറയും അതാരുടെ തലയോട്ടിയാണെന്ന്. ഓരോ അസ്ഥികൂടവും ചൂണ്ടി അവർ പറയും ഇതാരുടെ അസ്ഥി കഷണങ്ങളാണെന്നാണ്. അവരുടെ ഉറ്റവരുടേതായിരുന്നു, അവരുടെ ഉടയവരുടേതായിരുന്നു. പട്ടിണി കൊണ്ട് മരിച്ചുപോയ മനുഷ്യരാണ്. നല്ല കൃഷിക്കാരായിരുന്നു, നല്ല വരുമാനമുള്ളവരായിരുന്നു. സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി തകർന്നടിഞ്ഞു പോയപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന മനുഷ്യരാണ്. അവർ പറഞ്ഞു, ചിതറിച്ചു തുടങ്ങിയ എല്ലിൻ കഷണങ്ങളും എടുത്തു ഞങ്ങൾ യാത്രയായി ഡൽഹിയിലേക്ക്. ആരും ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല, ഒരു മാധ്യമങ്ങളും ഞങ്ങളെ തേടി വന്നില്ല. പക്ഷെ ഞങ്ങൾ ഒരു ദിവസം പാർലമെന്റിന്റെ എല്ലാ സുരക്ഷാ സന്നാഹങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പാർലമെന്റിനകത്തേക്ക് കയറിച്ചു. തോക്കുകൾ എന്തിയ പോലീസുകാർ ഞങ്ങളെ വളഞ്ഞു. മാധ്യമങ്ങൾ ഓടിക്കൂടി.
അതീവ സുരക്ഷാ മേഖലയിലേക്ക് ഒരു പിടി കർഷകർ കടന്നു വന്നിരിക്കുന്നു. അവിടെ നിന്ന് മുഴുവൻ മാധ്യമങ്ങളുടെയും മുന്നിൽ വെച്ച് ഞങ്ങളുടെ ഓരോ വസ്ത്രങ്ങളായി പറിച്ചെറിഞ്ഞു. പൂർണ്ണ നഗ്നരായി ഞങ്ങളുടെ ശുഷ്കമായ, ഞങ്ങളുടെ എല്ലും തോലുമായ ഈ കറുത്ത നഗ്നതയിലേക്ക്, ഈ ശരീരത്തിലേക്ക് ക്യാമറകൾ സൂം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്ന ഒഴിഞ്ഞ കുപ്പികൾ എടുത്തു, നിവർന്നു നിന്നു. ആ കുപ്പികളിൽ സ്വന്തം മൂത്രമൊഴിച്ചു. ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ കർഷകർ സ്വന്തം മൂത്രം കുടിച്ചു പ്രതിഷേധിച്ചു. അവിടെ കഥ പറഞ്ഞെത്തുമ്പോൾ എന്റെ മനസ്സ് വല്ലാതെ ഒതുങ്ങുകയും വല്ലാതെ മുഖമൊന്ന് വിളറുകയും ചെയ്തു. ഞാൻ അത് കേട്ട് അസ്വസ്ഥനായി എന്ന് മനസ്സിലായപ്പോൾ ആ വൃദ്ധനായ കർഷകൻ എന്റെ ചെവിക്കരികിലേക്ക് വന്നെന്നോട് പറഞ്ഞു, സാർ, മൂത്രം കുടിച്ചു എന്ന് പറയുമ്പോൾ അസ്വസ്ഥത തോന്നുമല്ലേ? വിഷപിച്ചു മരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ സാർ സ്വന്തം മൂത്രം കുടിച്ച് പ്രതിഷേധിക്കുന്നത്? നിവർത്തികേടിന്റെ പാരമ്പര്യയിൽ ഒരു മനുഷ്യൻ എത്തി നിൽക്കുകയാണ്. ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കൃഷിക്ക് വിളയില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റിപ്പായിക്കപ്പെട്ട തൊഴിലാളികൾ നോക്കൂ. നിങ്ങൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ആസാദി മുദ്രാവാക്യം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ജിഗ്നേഷ് മേവാനി സമര മുന്നണിയിലേക്ക് കടന്നു വരുന്നത്, എങ്ങനെയാണ് ഉണയിലെ ദളിതർ സമര മുദ്രാവാക്യമായി മാറുന്നത്. ഓരോ മനുഷ്യനും സമരമാകുന്നത് എങ്ങനെ? അനുഭവിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നായിരുന്നു. പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ, തകർന്നടിഞ്ഞു പോയ കാർഷിക മേഖല, വിവേചനങ്ങൾ, മതപരമായ വിവേചനം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ബിൽക്കിസ് ബാനുവിനെ? ആരായിരുന്നു ബിൽക്കിസ് ബാനു? ഗുജറാത്ത് വംശഹത്യയുടെ കാലത്ത് വേട്ടയാടപ്പെട്ടവരുടെ പേരാണ് ബിൽക്കിസ് ബാനു. ബിൽക്കിസ് ബാനുവിന്റെ കഥനകഥയുണ്ട്. മലയാള മനോരമയുടെ മാധ്യമപ്രവർത്തകനായ മനോരമയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന മോഹൻലാലുണ്ട്, കൃഷ്ണൻ മോഹൻലാൽ എഴുതിയ അനുഭവ കുറിപ്പുണ്ട്. ഗുജറാത്ത് സന്ദർശനത്തിനു ശേഷം ലഭിക്കും ആ പുസ്തകം വായിക്കണം. ഹൃദയം ഉറങ്ങാതെ, കണ്ണു നനയാതെ നിങ്ങൾക്കത് വായിച്ചു തീർക്കാനാകില്ല. ബിൽക്കിസ് ബാനു പറയുന്നുണ്ട്, ഗുജറാത്ത് വംശഹത്യക്കിടയിൽ എന്നെ അവർ ബലാത്സംഗം ചെയ്യുമ്പോൾ എന്നെ ബലാത്സംഗം ചെയ്യുന്ന ഓരോ മനുഷ്യന്റെയും പേരെനിക്കറിയാം. അയൽപക്കക്കാരായിരുന്നു, തലേന്നാൾ വരെ എന്നോടൊപ്പം സഹകരിച്ചവരായിരുന്നു, എന്റെ വീട്ടിൽ പാൽ വാങ്ങാൻ വരുന്നവരായിരുന്നു. എന്നെ അവർ ക്രൂരമായി ബലാത്സംഗം ചെയ്യുമ്പോൾ എന്റെ ശരീരത്തിലേക്ക് ഓരോ മനുഷ്യനും പതിക്കുമ്പോൾ, മാറി മാറി അവർ എന്നെ ആസ്വദിക്കുമ്പോൾ വിങ്ങിപ്പൊട്ടി അലറി വിളിച്ചുകൊണ്ട് അവരുടെ പേരുകൾ ഞാൻ വിളിച്ചു പറഞ്ഞു, എന്നെ ഒന്ന് വെറുതെ വിടൂ, ഇനിയെങ്കിലും എന്നെ വെറുതെ വിടൂ. അവർ കാണുകയാണ് അവരുടെ കൺമുമ്പിൽ വെച്ച് അവരുടെ സഹോദരങ്ങളെ, അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പേരെയും ക്രൂരമായി കൊലപ്പെടുത്തി. അവിടെ ആ തെരുവിലിട്ട്, വിജനതയിലിട്ട് തീ കൊളുത്തുന്നത് നേരിൽ കണ്ടു കിടക്കുകയാണ്. അപ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തുണ്ട് വസ്ത്രമുണ്ടായിരുന്നു. ബിൽക്കിസ് ബാനു പറയുന്നു, ഇന്നും ജീവിച്ചിരിക്കുന്നു ബിൽക്കിസ് ബാനു. ഞാൻ പറഞ്ഞത് നമുക്കരികിലായി ഉണ്ണി, നിന്റെ വരൻ ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നെറ്റിയിൽ മാലാഖമാരുടെ ചുംബനവുമായി നീ വരുന്നത് ഞാൻ കിനാബ് കാണുമായിരുന്നു. നിനക്കായി ഞാനൊരു താരാട്ട് കരുതിയിരുന്നു. പെട്ടെന്നാണ് എല്ലാം അവസാനിച്ചത്. വാളും കുന്തവുമായവർ വന്നു, കൊടിയും തൃശൂലവുമായവർ വന്നു. അവരെന്റെ കൈകാലുകൾ കെട്ടിയിട്ടു. അടിവയർ നെടുകെ പിളർന്നു നിന്നയവർ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ നീ പൊക്കിൽ കൊടിയിൽ മുറുകെ പിടിച്ചിരുന്നുവോ? സച്ചിദാനന്ദന്റെ വരികളാണ്, വിട എന്ന കവിതയുടെ വരികളാണ്. കൗസർ ബാനു പൂർണ്ണ ഗർഭിണിയായിരുന്നു. അഹമ്മദാബാദിൽ നിന്നും 6 കിലോമീറ്ററുകൾക്ക് പുറത്ത് നരോദ പട്ടേയിലെ കൗസർ ബാനോ, പൂർണ്ണ ഗർഭിണിയായ കൗസർ ബാനോ, നീ നിന്റെ വരവ് ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നെറ്റിയിൽ മാലാഖമാരുടെ ചുംബനമേറ്റ് വാങ്ങി നീ പിറവികൊള്ളുന്ന ദിവസത്തിനായി ഉമ്മ കാത്തിരിക്കുമ്പോഴാണ് സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് അവർ വന്നു കയറിയത്. കൊടിയും തൃശൂലവുമായി അവർ വന്നു. അവർ എന്റെ കൈകാലുകൾ കെട്ടിയിട്ടു. അടിവയർന്നെടുകേ വിളർന്നു നിന്നയവർ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ നീ കൊടിയിൽ മുറുകെ പിടിച്ചിരുന്നുവോ? പുഴയും നിലാവും കിനാ കണ്ടിരുന്ന കുഞ്ഞിക്കണ്ണുകൾ മെല്ലെ അടച്ചുവോ? ഇല്ല, ഇതുപോലൊരു അമ്മയും കുഞ്ഞിനെ ചിതയിലേക്ക് പെറ്റിട്ടുണ്ടാകില്ല. ഇതുപോലൊരു നിലവിളിയും നിയരും മുമ്പേ ചാരമായിട്ടുണ്ടാകില്ല. നിന്നെ പിറക്കാൻ അയക്കാത്ത ലോകത്ത് എനിക്കും ഇനി പിറക്കണ്ട. ഇന്ത്യയിലെ അമ്മമാരെ, നിങ്ങൾ ഇനി പ്രസവിക്കുകയും വേണ്ട. ഒരു മനുഷ്യായുസിൽ ഒരു മനുഷ്യൻ ബീജമായി, ഒരു ഭ്രൂണമായി പരിവർത്തനത്തിന്റെ ദശയിലേക്ക് കടന്നു വന്ന മനുഷ്യനായി വരുന്നതിന് മുമ്പ് ഏറ്റവും സുരക്ഷിതൻ എവിടെയെന്ന് ചോദിച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും
ഏറ്റവും വലിയ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് സെക്കുലറിസം എന്ന അടിവരയിട്ട് എഴുതി വെച്ച വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാരംഭിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയ്ക്കു കീഴിൽ ആ സുരക്ഷിത കവചത്തിനകത്ത് വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. നോക്കൂ, വിവേചനത്തിന്റെ എത്രയോ കഥകൾ ഇന്ത്യയുടെ പരിസരങ്ങളിൽ കാണാൻ കഴിയും. എത്രയെത്ര വർഗീയ കലാപങ്ങൾ. നമ്മൾ ഗുജറാത്തിന്റെ വംശഹത്യയെ കുറിച്ച് സംസാരിക്കുന്നു. നമുക്ക് പേരെടുത്തറിയാവുന്ന എത്ര വംശഹത്യകളുണ്ട്, എത്ര വർഗീയ കലാപങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ വെറുതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ കമ്മ്യൂണൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ ഒരു വിരൽ വേഗത്തിൽ വന്നു വീഴും. എണ്ണിത്തീരില്ല എത്രയേറെ വംശഹത്യകൾ, വർഗീയ കലാപം. 2019 ഒക്ടോബർ മാസം 2-ാം തീയതി 2019 ഒക്ടോബർ മാസം 2-ാം തീയതി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത കർഷകരെ വേട്ടയാടുകയാണ്. പോലീസ് തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. ഒരു റിവോൾവർ ചൂണ്ടി ഒരു വൃദ്ധനായ കർഷകന് നേർക്ക് റിവോൾവർ ചൂണ്ടി നിൽക്കുകയാണ്. തിരിഞ്ഞോടുകയല്ല ആ ചിത്രത്തിലെ കർഷകൻ. നിന്ന നിപ്പിൽ കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്തു പാറക്കഷണം കൊടുത്തു പോലീസ് നേർക്ക് തോക്ക് ചൂണ്ടി നിൽക്കുകയാണെന്ന് ഓർമ്മ വേണം. അടുത്ത നിമിഷം തനിക്കു നേരെ നിറയുഴയ്ക്കും. പക്ഷേ വൃദ്ധനായ കർഷകൻ അവിടെ നിന്ന് എറിയാൻ നിൽക്കുകയാണ്. ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഒരു ഗാന്ധി ജയന്തി ദിനം സമ്മാനിച്ച ഈ മനോഹരമായ ചിത്രമുണ്ടല്ലോ, ആ ചിത്രത്തിന്റെ ചുവട്ടിൽ ചരിത്രം കുറിച്ചിടുന്നത് ഇങ്ങനെയാണ്: തോക്കുകൾ തോറ്റുപോകുന്ന കാലമെന്നാണ്. ഇന്ന് നരേന്ദ്രമോദി തോക്കുകൾ കൊണ്ടാണ് നമ്മളോട് സംസാരിക്കാൻ വരുന്നത്. അദ്ദേഹം വാക്കുകൾ കൊണ്ട് സംസാരിക്കും നമ്മളോട്. അത് മൻ കി ബാത്താണ്. പക്ഷേ രാജ്യത്തെ ജനാധിപത്യ പോരാട്ടത്തോട് അദ്ദേഹം സംസാരിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല, തോക്കുകൾ കൊണ്ടാണ്. നമ്മുടെ പ്രശ്നമല്ലല്ലോ നമ്മൾ കരുതി. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ എല്ലാം പ്രശ്നമാണ്. നാട് വിഭജിക്കപ്പെടുന്ന പ്രശ്നമാണെങ്കിൽ നമ്മുടെ നാട് വിഭജിക്കപ്പെടാൻ പാടില്ല. ഇവിടെ ഉയർന്നു വരേണ്ടത് സെക്കുലർ സമരമാണ്. സെക്കുലർ ഇന്ത്യക്ക് വേണ്ടി സെക്കുലർ സമര മാതൃകയാണ് ഉയർന്നു വരേണ്ടത്. മതേതര ഇന്ത്യക്കായി മതേതര സമര മുന്നണി, മതേതര സമര ഭൂമിക. അതിൽ ഹിന്ദു ഉണ്ടാകണം, മുസ്ലിം ഉണ്ടാകണം, ക്രിസ്ത്യൻ ഉണ്ടാകണം, ഇന്ത്യക്കാരായ മുഴുവൻ മനുഷ്യരും ഉണ്ടാകണം. എനിക്ക് മതമുണ്ടാകും, എനിക്ക് മതമില്ലാതിരിക്കും. പക്ഷേ ഞാൻ ആത്യന്തികമായി ഇന്ത്യക്കാരനാണ്. ഇസ്ലാമിന്റെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ശരീഫാണെങ്കിൽ, ക്രൈസ്തവനത് ബൈബിളാണെങ്കിൽ, ഹിന്ദുവിന് രാമായണമോ മഹാഭാരതമോ മറ്റു പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഭഗവത്ഗീതയോ ആണെങ്കിൽ എല്ലാ മനുഷ്യർക്കുമായി, ഇന്ത്യക്കാർക്ക് എല്ലാവർക്കുമായി ഒരു വേദഗ്രന്ഥം ഇന്ത്യയിലുണ്ട്. ആ വേദഗ്രന്ഥത്തിന്റെ പേര് ദ ഹോളി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. വിശുദ്ധമായ ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന അനുമതി തന്നതുകൊണ്ട് മാത്രമാണ് തൊട്ടുപിറകിൽ മിനാരത്തിൽ ഇശാ നമസ്കാരത്തിലേക്ക് മുഴുവൻ പേരെയും ക്ഷണിച്ചുകൊണ്ട് വാങ്ങുയർന്നത്. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഞാൻ നിന്നോട് സംസാരിക്കുന്നത്, നിങ്ങൾ എന്നെ കേൾക്കുന്നത്, നിങ്ങൾ എന്നെ നല്ല ഭാഷയിൽ വിമർശിക്കുന്നത്, ഞാൻ നിങ്ങളെ നല്ല ഭാഷയിൽ വിമർശിക്കുന്നത്, നമ്മളെല്ലാവരും ചേർന്ന് ഭരണകർത്താക്കളെയും കോടതിയെയും പോലും ഭാഷയിൽ വിമർശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന അക്ഷരങ്ങളുടെ ചുവട്ടിലും ശക്തിയിലും മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് ഞാനും നിങ്ങളും വോട്ട് ചെയ്യുന്നത്. എന്റെയും നിങ്ങളുടെയും പ്രതിനിധികൾ, എന്റെയും നിങ്ങളുടെയും ശബ്ദമായി പാർലമെന്റിൽ മാറുന്നത് ഒക്കെ ഇന്ത്യയുടെ ഹോളി കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഉറപ്പിലാണ്, ആ കരുത്തിലാണ്. ആ ഭരണഘടന മരിക്കാൻ പാടില്ല. Who lives in India dies, who dies in India lives. ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ ആരാണ് ജീവിച്ചിരിക്കുക? ഇന്ത്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് ഭരിക്കുക? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാനും നിങ്ങളും ഒരുമിച്ചിരിക്കുന്നത് ഇന്ത്യ ഭരിക്കാതിരിക്കാനാണ്, സെക്കുലറിന്റെ ഭരിക്കാതിരിക്കാനാണ്. ഇന്നും ഇതാ കൊടുംശൈത്യത്തിൽ ഷഹീദ് ബാഗിലെ ഉമ്മമാരും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും വന്ദേവയോധികനായിട്ട് പോലും പരിണിതപ്രജ്ഞനായ രാമചന്ദ്ര ഗുഹ എന്ന എഴുത്തുകാരനും ചരിത്രകാരനും തെരുവിൽ നിന്നുകൊണ്ടുള്ള കമുദ്രാവാക്യം വിളിക്കുന്നുവെങ്കിൽ ദീപിക പദൂൺ മുതൽ ഇവിടത്തെ കേരളത്തിലെ നടീനടന്മാരുൾപ്പെടെ ജാതി മത ഭേദങ്ങൾക്കപ്പുറത്ത്, രാഷ്ട്രീയത്തിന്റെ ചിന്തകൾക്കപ്പുറത്ത് ഒരൊറ്റ മനസ്സോടെ ഇന്ത്യ ഭരിക്കാതിരിക്കാനെന്ന സമര മുന്നണിയിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ
കൂടുതൽ പേർ സമരമായി മാറുക. എന്താണ് സമരമായി മാറുക എന്നാൽ അതിന്റെ അർത്ഥം, എനിക്കറിയാവുന്ന എന്റെ ഒരു സുഹൃത്ത് ഇക്കാര്യത്തിൽ വേണ്ടത്ര പഠിച്ചിട്ടില്ലെങ്കിൽ അവനെ ഇത് പഠിപ്പിക്കാൻ ഞാൻ മുൻകൈയെടുക്കുന്നത് ഒരു സമരമാണെന്ന് ഞാൻ നിങ്ങളോട് പറയും. മഹത്തായ സമരമാണെന്ന് പറയും. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സുഹൃത്ത് എനിക്കുണ്ട് എങ്കിൽ ആ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സുഹൃത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റൽ ഒരു മഹത്തായ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഞാൻ പറയും. ആ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി ഈ വിഷയം കൂടുതൽ ശ്രദ്ധയോടെ ആഴത്തിൽ സ്വയം പഠിക്കുന്നത് ഒരു പ്രബുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഞാൻ പറയും. പ്രബുദ്ധമായ സമരമാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഓരോ മനുഷ്യനും സമരമാവുക. മഹാസമരങ്ങൾ വിജയിക്കും. എല്ലാ കോട്ടകൊട്ടലങ്ങളും പുരാവസ്തുവാകും. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പെടുക്കും. വെളിച്ചം കടക്കാത്ത അറകളിലൂടെ സുൽത്താൻമാർ ഒളിച്ചോടും. ഉറക്കച്ചടവില്ലാത്ത എന്റെ കുട്ടികൾ ഇതെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. കടമ്മനിട്ടയെ നമുക്ക് ഓർമ്മിക്കാം. കടമ്മനിട്ടയുടെ വരികൾ ഓർമ്മിക്കാം. എല്ലാ ഏകാധിപതികളും ഒന്നുകിൽ തൂക്കിലേറ്റപ്പെട്ടു. എല്ലാ ഏകാധിപതികളും എല്ലാ സ്വേച്ഛാധിപതികളും വിഷം പിടിച്ച് ആത്മഹത്യ ചെയ്തവരാകാം. അങ്ങനെ ഇതാ ഇന്നത്തെ ഇന്ത്യയിലെ ഏകാധിപതികൾക്കും ചരിത്രം കരുതി വച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. ഇത് മാത്രമായിരിക്കും. എല്ലാ കോട്ടകൊട്ടലങ്ങളും പുരാവസ്തുവാകും. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പെടുക്കും. വെളിച്ചം കടക്കാത്ത അറകളിലൂടെ അല്ല ഏകാധിപതികളെ നിങ്ങൾക്ക് ഒളിച്ചോടേണ്ടി വരും. അപ്പോഴും ഉറക്കച്ചടവില്ലാത്ത എന്റെ കുട്ടികൾ ഇതെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിജയിക്കും. കാരണം ഇന്ത്യയാണ് ശരി, നമ്മളാണ് ശരി. അവർ തോൽക്കും. കാരണം അവർ തെറ്റാണ്. തെറ്റുമാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ നമുക്ക് പോരാട്ടത്തിൽ ഒരിച്ചു പോലും പുറകോട്ട് പോകാതെ വീണ്ടും ഉറക്കെ ഇനിയും ഉറക്കെ ഈ ഗുലാം വിളിച്ച് ഇന്ത്യക്ക് വേണ്ടി മുദ്രാവാക്യങ്ങളുമായി തെരുവിൽ നിൽക്കാം. ഓരോ നിമിഷവും മനസ്സ് നമുക്ക് സമരസാന്ദ്രമാക്കാം. നിങ്ങളെ ഡിവൈഎഫ്ഐ എന്ന കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്ത ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിർത്തുന്നു. അഭിവാദനം.